സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യുന്ന സമരത്തിനെതിരെ ഈ പറയുന്ന പേളിമാണി ഒരു പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് പേളിമാണി വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ പല രീതിയിലും പല കാര്യങ്ങളും ഈ പറയുന്ന പേളി മാണി താൻ അതിങ്ങനെയല്ല ഉദ്ദേശിച്ചിരുന്നത്, ഈ ഒരു രീതിയിലാണ് താൻ പോസ്റ്റ് പങ്കുവച്ചത്, ആരെയും വേദനിപ്പിക്കാനായിരുന്നില്ല ആ ഒരു പോസ്റ്റ് പങ്കുവച്ചത്, ഞാൻ ആ പോസ്റ്റ് പങ്കുവച്ച ആ ഒരു ഇമോഷൻ അത് ഈ ഒരു രീതിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് പേളി മാണി വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റിനെതിരെ പേളി മാണി ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയും അതിലുപരി ഈ ഒരു നീറ്റ് എക്സാമിനെ ബന്ധപ്പെട്ടും ഈ ഒരു സമരത്തെ ബന്ധപ്പെട്ടും ഈ ഒരു വിദ്യാർത്ഥികളുടെ ബേസിക് ഓഫ് ഇമോഷനെ ബന്ധപ്പെട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു സമരം പൂർണ്ണമായിട്ടും അതിന്റെ ആ ഒരു അടിസ്ഥാനവും ഇതിന് കിട്ടേണ്ട ആ ഒരു ന്യായവും ഇതിന് കിട്ടേണ്ട ആ ഒരു നീതിയും മനസ്സിലാക്കാത്ത രീതിയിലായിരുന്നു പേളിമാണി ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പേളിമാണി ഷോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പേളിയെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷം 10,000-കണക്കിന് ഫോളോവേഴ്സ് ആണ് ഈ പറയുന്ന പേളിമാണിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 1 ശേഷം പേളിമാണി ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒറ്റ പ്രാവശ്യം ബ്രേക്കായി പോകുന്നത്. അതുപോലെ തന്നെ ഇത്രയും മാസീവായിട്ടുള്ള ഇത്രയും ജനത പേളിമാണിയെ ഒറ്റ രീതിയിൽ എതിർക്കുന്നതും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു യൂട്യൂബറായിട്ട് വളരെ ക്ഷണനേരത്തേക്ക് പേളിമാണി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒരിക്കലും പേളിമാണി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ പേളിമാണി എന്ന് പറയുന്ന അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ പുള്ളിക്കാരത്തി ഒട്ടും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് താൻ പറഞ്ഞ കാര്യം ഇതല്ല, അതായിരുന്നു, വിദ്യാർത്ഥികൾ ഇതിങ്ങനെയാണ് എടുക്കേണ്ടത്, അവർക്ക് കിട്ടേണ്ട നീതി ന്യായമൊക്കെ കിട്ടണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് പേളിമാണി പങ്കുവച്ച സമയത്ത് കൃത്യമായിട്ട് അതിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വീട്ടിലേക്ക് പോകണം, അതായത് സമരം അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിൽ പേളിമാണി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾ ഇത്രയും കഷ്ടപ്പാട് കഴിച്ച് ആ ഒരു നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആ ഒരു എക്സാം എഴുതി അതിനുശേഷം അവർ വീണ്ടും ആ ഒരു പരീക്ഷ എഴുതണമെന്നൊക്കെ പറയുന്നത് എന്ത് ന്യായത്തിന്റെ പുറത്താണ്? അപ്പൊ ഇത്രയും ഈ പറയുന്ന സമൂഹത്തിൽ ഇത്രയും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും മാസീവ് ഫോളോവേഴ്സ് ഉള്ള പേളിമാണിയെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് ഇവരെ വീട്ടിലേക്ക് വിടണം അല്ലെങ്കിൽ ഇവർ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇവർക്ക് കിട്ടേണ്ട നീതിയും ന്യായവും ഒന്നും കിട്ടാതെ ഇവർ വീട്ടിലേക്ക് പോകണം, അതാണ് കുട്ടികൾക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലേക്ക് വിടാനാണ് നോക്കേണ്ടത്. ഒത്തിരി സെലിബ്രിറ്റീസും ഒത്തിരി സിനിമ ആക്ടേഴ്സും ഒത്തിരി സ്പോർട്സ് പേഴ്സൺസും ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ഒരു കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് സഹായമായിട്ട് ഭക്ഷണം, വസ്ത്രം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആ ഒരു സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അവർക്ക് കുറച്ചെങ്കിലും അവർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു കാര്യം വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പേളിമാണിയെ പോലുള്ള ഒരു വ്യക്തി അത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെക്കുന്ന സമയത്ത് ഇത്രയും നാൾ താൻ കണ്ടുവന്ന ആ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഇത്രയും നാൾ ഞങ്ങൾ കണ്ടുവന്ന ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് തങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല, തങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ പോലും പങ്കുവെക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു സങ്കടം ഉണ്ടാവും. ആ ഒരു സങ്കടത്തിന്റെ ആ ഒരു ബേസിക് ഓഫ് ഇമോഷൻ വെച്ച് തന്നെയാണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന പേളിമാണിയുടെ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ പേജൊക്കെ അൺഫോളോ ചെയ്ത് പോയത്. അപ്പോൾ അൺഫോളോ ചെയ്ത് ഇത്രയും മാസീവ് ഫോളോവേഴ്സ് പോകുന്ന സമയത്ത് പേളിമാണിയെ പോലെ ഇത്രയും ആ ഒരു യൂട്യൂബ് ചാനലിൽ ഒത്തിരി വലിയ വലിയ സിനിമ ആക്ടേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്ന ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ട് പേളിമാണി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചാനലിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഈ ഒരു കാര്യം വന്നെത്തിയത് കൊണ്ട് തന്നെയാണ് പേളിമാണി ഇപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പേളി അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു യൂട്യൂബറും ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും പേളിമാണിയെ സപ്പോർട്ട് ചെയ്തല്ല വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ കുട്ടികളോ അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ട് വരുന്ന ആരും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പേളിമാണി ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു വന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും മാസീവ് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പേരുണ്ടാക്കിയെടുത്തു. ആ ഒരു പേരൊക്കെ ഒറ്റയടിക്ക് പോവുക, ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഇത്രയും പെട്ടെന്ന് അൺഫോളോ ചെയ്ത് പോവുക, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത് വെച്ച് അപ്ലോഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക,
ഇപ്പൊ പേളിമാണി ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടതിന്റെ റീസൺ തന്നെ പേടിച്ചിട്ടാണ്. ഈ പറയുന്ന പോലെ ഇനി അടുത്തൊരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്ത ഒരു അഡ്വർടൈസ്മെന്റ് വീഡിയോയോ അല്ലെങ്കിൽ അടുത്തൊരു വ്ളോഗോ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ഈ പറയുന്ന വ്യക്തികൾ വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടും, അല്ലെങ്കിൽ ഇനിയും ഫോളോവേഴ്സ് പോകും, സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് പേളിമാണി ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ പറയുന്ന പോലെ പോസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഞാൻ ഇങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിരുന്നത്, കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത്, അവരുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ആ ഒരു വീഡിയോയിൽ വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ആ ഒരു പോസ്റ്റ് കണ്ട എല്ലാവർക്കും, ഇത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ആ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് കണ്ട നോർമലി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പേളിമാണി എന്തർത്ഥത്തിലാണ് ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചതെന്ന്. അപ്പൊ ഈ പറയുന്ന പോലെ ആ ഒരു പോസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് അതിനൊരു ക്ലാരിറ്റി വരുത്തി ന്യായീകരിച്ച് വീഡിയോസ് ഇടാതെ ഒരബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ താൻ ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ ഇടാൻ പാടില്ലാത്തൊരു പോസ്റ്റാണ് പങ്കുവെച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത്തരത്തിൽ ഈ പറയുന്ന വീഡിയോനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ചാനലിന്റെ ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ പേളിമാണി എന്ന കണ്ടന്റ് ക്രിയേറ്റർക്ക് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവുമാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്കത് വലിയൊരു ഈ പറയുന്ന ഇത്ര വലിയൊരു ക്ലാരിറ്റി എനിക്ക് ആ ഒരു വീഡിയോ ഒന്ന് കിട്ടിയില്ല. ആ ഒരു വീഡിയോന്റെ താഴത്ത് വന്നിരിക്കുന്ന കമന്റ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ക്ലാരിഫിക്കേഷനും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയും ഇത് മറ്റുള്ളവർക്കും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും പേളിമാണിക്ക് ഈ പറയുന്ന നീറ്റ് എക്സാമിനെ ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റുഡൻസിന്റെ ഒരു പ്രൊട്ടസ്റ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് താൻ എന്താണ് മനസ്സിലാക്കിയത് അത് ബന്ധപ്പെട്ടുകൊണ്ട് താൻ ഒരു പോസ്റ്റ് ഇട്ടു, അത് മോശമായി പോയി അല്ലെങ്കിൽ ഇടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതുമ്മ കയറി പിന്നെയും ഇത് ന്യായീകരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഫോളോവേഴ്സ് ഇടിഞ്ഞ് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർക്കും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലും ഇത് വന്ന് നിൽക്കുന്നതായിരിക്കും. അപ്പൊ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്